ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് 30 മിനിറ്റ് വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുത്തിരിക്കുകയാണ്. അപ്പം ഈ വെണ്ടയ്ക്കകത്ത് ഒരു വഴുവഴുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം, നീളത്തിലും കട്ട് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൈവച്ച് തന്നെ ഓരോന്നെടുത്ത് നടുവേ കീറിയിട്ട് 2-3 പീസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇപ്പം വെണ്ടയ്ക്കയെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചിട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് വെണ്ടയ്ക്ക അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സവാള വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീളത്തിലാണ് നമ്മൾ വെണ്ടയ്ക്ക അരിയുന്നുണ്ടെങ്കിൽ സവാളയും നീളത്തിൽ അരിയുക. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഈ വെണ്ടയ്ക്കയ്ക്ക് ഒരു വഴുവഴുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്കയുടെ ഈർപ്പമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തീയെ മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കിട്ട്, നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൂത്ത് നന്നായിട്ടൊരു കളറൊക്കെ ഒന്ന് നന്നായിട്ട് ഡാർക്ക് കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അയണിൻ്റെ പാത്രത്തിലാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ കരിഞ്ഞൊന്നും പോവാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്